ഞാൻ ഒരു കഥ പറയട്ടെ. ചെമ്പനീർ പൂവിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ബിരിയാണി വയ്ക്കുന്ന അച്ഛനും മക്കളും. രേവതി വലിയൊരു ബിസിനസ് തുടങ്ങി. അതിൻ്റെ സന്തോഷത്തിലാണ് ബിരിയാണി വയ്ക്കുന്നത്. ബിരിയാണി ഏകദേശം തയ്യാറായി കഴിഞ്ഞു. റൂമിൽ കിടന്നുറങ്ങുന്ന ശ്രുതിക്ക് ബിരിയാണിയുടെ മണം കേട്ടിട്ട് ഉറക്കം നഷ്ടപ്പെട്ട് ചാടി എണീക്കുന്നു. ശ്രുതി, നല്ല ബിരിയാണിയുടെ മണം, ആ ഗ്രാമ്പൂ പട്ടയുടെയൊക്കെ മണം, നല്ല അടിപൊളി ബിരിയാണിയുടെ മണം വരുന്നുണ്ടെന്ന് ശ്രുതിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും അമ്മയ്ക്കും ബിരിയാണിയുടെ മണം വന്നു തുടങ്ങി. 3 പേരും ബിരിയാണിയുടെ മണം കൊണ്ട് സഹിക്കാൻ വയ്യാണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന് അത് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവർ. പക്ഷേ അമ്മയ്ക്കും മകനും ബിരിയാണി കഴിക്കാൻ പറ്റില്ല. അവർ വ്രതം എടുത്തിരിക്കുകയാണ്. വ്രതം തെറ്റിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ജീവന് വരെ ഭീഷണിയുണ്ടെന്നാണ് മകൻ പറഞ്ഞിരിക്കുന്നത്. ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് വ്രതമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബിരിയാണി കഴിക്കാമല്ലോ എന്ന്. അപ്പോൾ അമ്മ, ഭർത്താവ് കഴിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭാര്യ കഴിക്കാന്ന്. അങ്ങനെ 3 പേരും താഴോട്ടേക്ക് വരുന്നു. അടുക്കളയിൽ ബിരിയാണി ഏകദേശം ശരിയായി കഴിഞ്ഞു. സച്ചിയുടെ കൂട്ടുകാർക്ക് ബിരിയാണി കൊടുക്കണം. അവർ ബിരിയാണിക്ക് വേണ്ടി ഓട്ടം കിട്ടിയിട്ട് പോലും പോവാണ്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ അവർക്കുള്ള ബിരിയാണി കൊടുത്തയച്ചു. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അവർക്കടക്കം മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് നാളേക്ക് മാറ്റി വയ്ക്കാൻ പറഞ്ഞാലോ. അപ്പോൾ മകൻ പറഞ്ഞു, അതൊന്നും വേണ്ട, നാളെ അമ്മയ്ക്ക് വലിയൊരു ഹോട്ടലിൽ പോയിട്ട് ഞാൻ മട്ടൻ ബിരിയാണി വാങ്ങിയിട്ട് വരാം, ഇത് വെറും ചിക്കൻ ബിരിയാണിയല്ലേ എന്ന്. അതൊന്നും വേണ്ട, എനിക്ക് ഈ ബിരിയാണി മതി എന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷേ മകൻ പറയുന്നത് കേട്ട് മനസ്സില്ലാ മനസ്സോടെ അമ്മ സമ്മതിച്ചു. മകൻ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ബിരിയാണി അല്ലല്ലോ വലുത്, ജീവനല്ലേ വലുത്. അമ്മ വ്രതം തെറ്റിക്കരുത്, തെറ്റിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അപമൃത്യു വരെ ഉണ്ടാവാമെന്നാണ് മകൻ പറഞ്ഞത്. അങ്ങനെ ബിരിയാണി കഴിക്കാൻ അച്ഛനും മക്കളും റെഡിയായി. ബിരിയാണി ചെമ്പൊക്കെ എടുത്ത് ഹാളിൽ വന്ന് ഇരുന്നു. എല്ലാവരും ഓരോ പ്ലേറ്റിൽ ബിരിയാണി വിളമ്പി. എല്ലാവർക്കും ബിരിയാണിയുടെ മണം കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്തിനാ ഹാളിൽ വന്നിരുന്ന് കഴിക്കുന്നത്, പോയി റൂമിലിരുന്ന് കഴിച്ചുകൂടെയെന്നു. അപ്പോൾ അച്ഛൻ, ചന്ദ്രേ, റൂമിലിരുന്ന് കഴിക്കുന്നതിനും കാട്ടും നല്ലത് ഹാളിലിരുന്ന് എല്ലാവരും കൂടെ സന്തോഷത്തോടെ കഴിക്കണം. നിനക്കും വേണമെങ്കിൽ ഒരു പ്ലേറ്റ് കഴിച്ചോ. വേണ്ട, വ്രതം തെറ്റും. എന്നിട്ട് അമ്മ ശ്രുതിയോട്, ഇന്നത്തെ വ്രതം നാളത്തേക്ക് മാറ്റി വെച്ചാലോ എന്ന്. മകൻ അതിന് സമ്മതിക്കുന്നില്ല. ശ്രുതി എന്താ കഴിക്കാത്തതെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. മകൻ ശ്രുതി പറഞ്ഞു, അവൾക്ക് ബിരിയാണി ഇഷ്ടമല്ലെന്ന്. ശ്രുതി, ആര് പറഞ്ഞു, എനിക്ക് ബിരിയാണി നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞ് ശ്രുതി ഒരു പ്ലേറ്റ് ബിരിയാണി എടുത്ത് വെച്ച് കഴിക്കുന്നു. അമ്മയും മകനും അവിടുന്ന് എണീറ്റ് കൊതി സഹിക്കാൻ വയ്യാണ്ട് പുറത്തു പോയിരിക്കുകയാണ്. അപ്പോഴാണ് ശ്രുതിക്ക് ഒരു ഫോൺ വരുന്നത്. ശ്രുതി കഴിച്ച് പുറത്തേക്ക് വന്നു. നല്ല ബിരിയാണി, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ശ്രുതി ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, ആ മുട്ട കൂടോത്രം ചെയ്തതല്ല, മഴയത്ത് അച്ഛനും മകനും മഴ കൊള്ളാണ്ടിരിക്കാൻ കയറി വന്ന് അവിടെ നിന്നു. മകൻ്റെ കയ്യിൽ മുട്ടയുണ്ടായിരുന്നു. പേന കണ്ടപ്പോൾ ആ മുട്ടയിൽ ചിത്രം വരച്ച് കളിച്ചതാണ് മകൻ. മഴ മാറിയപ്പോൾ മുട്ട എടുക്കാണ്ട് പോയി. അത് പിറ്റേന്ന് കടയിൽ വന്നപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. അമ്മയ്ക്ക് കൂടോത്രം അല്ല എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ പോയി ബിരിയാണി കഴിച്ചൂടെ, ബിരിയാണി അവിടെ കഴിയേണ്ടെന്ന്. അമ്മയും മകനും ബിരിയാണി കഴിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുന്നു. പ്ലേറ്റൊക്കെ എടുത്ത് ബിരിയാണി വിളമ്പാൻ നോക്കുമ്പോഴാണ് ഒരു തുള്ളി ബിരിയാണി പോലും ചെമ്പിലില്ല. ഇത് കണ്ട് വാതിൽക്കൽ വന്ന് നിൽക്കുന്ന അച്ഛൻ. ഈ കഥ ഇതോടെ അവസാനിച്ചു. നാളെ മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം. ബൈ.